ദൈവം ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകൾ നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 43 വരെ നാം പഠിക്കുകയുണ്ടായി. Marcos 5, Mark 5:21 to 43 we studied, and we saw two incidents in that portion. One was the story of Jairus, the ruler of the synagogue, and another one was a woman with 12 years of bleeding. ഓക്കെ, 2 സംഭവങ്ങളാണ് നാം ആ ഭാഗത്ത് വായിച്ച് കേട്ട് പഠിച്ചത്. യായിറോസ് എന്ന റൂളർ ഓഫ് ദ സിനഗോഗ്, വലിയ പള്ളിപ്രമാണി അല്ലേ. രണ്ടാമത് നാം കണ്ടത് ഒരു സ്ത്രീ 12 വർഷമായിട്ട് രക്തം ഒഴുക്കിക്കൊണ്ടിരുന്ന ദ ബ്ലീഡിങ് വുമൻ അല്ലേ. അങ്ങനെ 2 പേരെ പറ്റി. 2 പേരുടെയും പ്രശ്നം ഒന്ന് തന്നെയായിരുന്നു അല്ലേ. വലിയ ദുഃഖത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ. എന്നാൽ ഏത് ഭയത്തെയും ജയിക്കുന്ന ഒരു വിശ്വാസം നമ്മൾ 2 പേരിലും കണ്ടു. വി സോ ദ ഫെയ്ത്ത് വാട്ട് ദേ ഹാഡ്, ദേ ബോത്ത് ഹാഡ്, ഓവർ ദെയർ ഡെസ്പറേഷൻ, ഓവർ ദെയർ ഫിയർ, over whatever they were going through. They, out of disappointment, the faith came out, and the faith defeated the disappointment. ദൈവശക്തിയെ കണ്ടുമുട്ടുവാൻ, ദ പവർ, ദൈവത്തിൻ്റെ അത്ഭുതം എന്താണ് അത് മനസ്സിലാക്കുവാൻ ആ വിശ്വാസം അവർക്ക് കാരണമായി തീർന്നു എന്ന് നാം പഠിക്കുകയുണ്ടായി. ബോത്ത് ദ സ്റ്റോറീസ് വർ ഇന്റർവൂവൺ ടുഗദർ അല്ലേ. അവർ ഹൈലൈറ്റ് ചെയ്തത് എന്താണ്? 2 സംഭവം ഹൈലൈറ്റ് ചെയ്തത് their faith in desperation, number 1. Number 2, the authority and the compassion of Jesus Christ അല്ലേ. യേശുവിൻ്റെ അധികാരവും യേശുവിൻ്റെ ദയ, യേശുവിൻ്റെ മനസ്സലിവ്, അത് 2 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണുവാൻ. ഒരു മനുഷ്യൻ എത്രമാത്രം നിരാശയിലേക്ക് അധപ്പതിച്ചു പോകാം, എന്തെല്ലാം പ്രശ്നം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം. എനിക്കും നിങ്ങൾക്കും വി ഓൾസോ ആർ ഹിയർ വിത്ത് പ്രോബ്ലംസ്. ആര് തന്നെ, ഏത് മനുഷ്യനായാലും അവർ കടന്നു പോകുന്ന അനേക പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിന് മധ്യത്തിലും ഒരു ചെറിയ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ആ ഭയത്തെ ജയിപ്പാൻ, ആ നിരാശയെ ജയിപ്പാൻ മതിയായതാണ് എന്നുള്ളതായ ഒരു പാഠമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചത്. അതോടൊപ്പം തന്നെ യേശുവിന് മഹത്വം കൊടുക്കാം. കാരണം he is all in authority. And he has a compassionate heart for us. നമ്മുടെ ഏത് അവസ്ഥയായിരുന്നാലും, നമ്മൾ എത്ര ദൈവത്തിന് വാക്ക് കൊടുത്താലും, വാക്ക് പറഞ്ഞാലും നമ്മൾ ആ വാക്കിൽ നിന്നൊക്കെ പിന്മാറിപ്പോകുന്നവരാണ്. പലപ്പോഴും നാം വീണ്ടും തെറ്റിലേക്ക് അകപ്പെടുന്നവരാണ്. നമുക്ക് വാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ തൊക്കെയാണ് സാധിക്കുന്നത്. എന്നാൽ യേശുവിനെ പറ്റി പറയുന്നത് he is the same yesterday, today and forever അല്ലെ. ഒരിക്കലും വാക്ക് മാറാത്ത, ഒരിക്കലും ഒരു ചേഞ്ചും വരാത്ത അനന്യനായ ദൈവം, ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ കർത്താവ് അല്ലേ. അതാ ദൈവം, ആ യേശു. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിലാണ് ഞാൻ നിങ്ങളും ആശ്രയം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിരാശയിലും, നമ്മുടെ പ്രയാസങ്ങളിലും, നമ്മുടെ സംശയങ്ങളിലും, നമ്മുടെ അവിശ്വസ്തതയിലും ഒക്കെ നമുക്ക് തുണയായിട്ട് തന്നെ കർത്താവ് ഉണ്ട്. അവൻ നമ്മുടെ എല്ലാം അറിഞ്ഞുകൊണ്ട്, കാരണം നമ്മെപ്പോലെ താനും ഒരു മനുഷ്യനായിരുന്നത് കൊണ്ട് മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളും യേശുവിനെ അറിയാമെന്നുള്ളതാണ്. പാപമൊഴികെ എല്ലാത്തിലും നമ്മോട് തുല്യനായിരുന്ന യേശു ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഇത്രത്തോളം നമ്മെ ദൈവം സഹായിച്ചു. ഈ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെ ടുഡേ വി ആർ ഗോയിങ് ടു റീഡ് ചാപ്റ്റർ 6, മാർക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 1 to 13. Somebody can read in English or Malayalam. Chapter 6, verses 1 to 6, somebody can read, and 7 to 13, another person can read. Who got first can read. Mark chapter 6, verses 1 to 6. First 1 to 6, then 7 to 13. 1 മുതൽ 6 വരെയും 7 മുതൽ 13 വരെയും 2 പേർക്ക് വായിക്കാം. അവർ അവിടെ നിന്ന് പുറപ്പെട്ടു തന്റെ പിതൃനഗരത്തിൽ ചെന്നു. അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു.
ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവന് ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദാ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. അനന്തരം അവൻ 12 അടുക്കെ വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. Okay, 8 മുതൽ 8 to 13 somebody can read. എട്ട് മുതൽ 13 വരെ. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്. അപ്പവും പൊക്കണവും മടിശീലയും കാശും അരുത്. ചെരിപ്പിട്ടുകൊള്ളാം. 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളയുവീനെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. May God bless these readings. These 13 verses we read. അല്ലെ, 13 വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത്. ആദ്യം നാം കണ്ടത് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് തൻ്റെ പിതൃനഗരമായ നാസറേത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. ഈ കംസ് ടു നാസറേത്ത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, അവന് എവിടെയൊക്കെ കടന്നു പോയിരുന്നു, അവിടെ എന്തൊക്കെ അവിടുന്ന് അത്ഭുതം ചെയ്തു. ആ സ്ത്രീയെ, അതുപോലെ തന്നെ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ ഒക്കെ അവർ വിടുതൽ നൽകി. അവരെയൊക്കെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് യേശു റിട്ടേൺഡ്, അല്ലേ, അവിടുന്ന് തിരിച്ച് തൻ്റെ പിതൃനഗരത്തിലേക്ക് വരുന്നു. ഈ വരവിൽ 2 കാര്യം താൻ ചെയ്യുന്നുണ്ട്. തന്നെ തന്നെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു, പക്ഷെങ്കിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത ജീസസ് വാസ് റിജക്റ്റഡ് അറ്റ് ഹിസ് ഓൺ ടൗൺ നാസറേത്ത്, അല്ലേ, യേശുവിനെ തിരസ്കരിക്കുന്ന, യേശുവിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത തൻ്റെ സ്വന്തം പട്ടണം ഒന്ന് നാം കാണുന്നുണ്ട്. രണ്ടാമത്, അതിന് മധ്യത്തിലും താൻ കടന്നു വന്നിരിക്കുന്ന ഉദ്ദേശം എന്താണ്, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ശുശ്രൂഷ എന്താണ്, എന്തിനായിട്ട് യേശു ഭൂമിയിലേക്ക് വന്നുവോ അതിന് മുന്നോടിയായിട്ട് ഈ സെൻഡിങ് ഔട്ട് ദ 12 ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്, 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത ആ കർത്താവ് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു. ആ ശിഷ്യന്മാരെ യേശു ഈ ഭൂമിയിലേക്ക് 2 പേരായിട്ട് പറഞ്ഞുവിടുന്ന ഒരു രംഗമാണ് നാം കാണുന്നത്. അപ്പോൾ യേശു ആരെന്തെല്ലാം യേശുവിനെ പറ്റി പറഞ്ഞാലും ഹി ഡസ് വാട്ട് ഹി ഹാസ് ടു ഡു, അല്ലേ, ദ മിഷൻ വാട്ട് ഹാസ് ബീൻ ഗിവൺ ടു ഹിം. അവനെ ഏൽപ്പിച്ച ശുശ്രൂഷ ആര് എന്തു പറഞ്ഞാലും അത് നടക്കണം എന്നുള്ളത് യേശു ആഗ്രഹിക്കും, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 1 മുതൽ 6 വരെ ഇവിടെ നാം വായിച്ചത്, then he went out from there and came to his own country and his disciples followed him. And when the Sabbath had come, he began to teach in the synagogue. And many hearing him were astonished, saying, where did this man get these things? And what wisdom is this which is given to him, that such mighty works are performed by his hands? Is this not the carpenter, the son of Mary, and brother of James, Joseph, Judas, and Simon? And are not his sisters here with us? So they were offended at him. But Jesus said to them, a prophet is not without honor except in his own country, among his own relatives, and in his own house.
Now he could do no mighty work there except that he laid his hands on a few sick people and healed them. And he marveled because of their unbelief. Then he went out the villages in circuit teaching. എന്തൊരു പരിതാപകരമായ ഒരു അവസ്ഥ അല്ലേ? A very regretful thing we can see there. He came to his own place. And that is the place actually to know him, to recognize him, to understand him. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇവന് എന്തൊരു വ്യത്യാസം മറ്റുള്ളവരിൽ നിന്ന് അല്ലേ എന്ന് അവർ വിസ്മയിച്ച് യേശുവിനെ കൂടുതൽ വിശ്വസിക്കുകയും യേശുവിനെ കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതായ ഒരു സമൂഹമാണ് അവൻ്റെ ലോക്കൽ സ്ഥലം എന്നുള്ളത്. എന്നാൽ ഇവിടെ നാം കാണുന്നത് അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി, പലരും കേട്ട് വിസ്മയിച്ച് ഇവ എവിടെ നിന്ന് കിട്ടി അല്ലേ? ഇവന് കിട്ടി ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത്? അപ്പോൾ ഒരു ദ തിങ്സ് വാട്ട് കംസ് ഔട്ട് അല്ലേ, ദ ഡൗട്ട്, അവരെ പറ്റിയുള്ളതായ ആ യേശുമായിട്ടുള്ളതായ പരിചയം അല്ലേ, ദ ഫെമിലിയാരിറ്റി ബ്ലൈൻഡ്സ് പീപ്പിൾ ടു ജീസസ് ട്രൂ ഐഡന്റിറ്റി. യേശുവിൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി, യേശു ആരാണെന്നുള്ളത് ആ പരിചയത്തിൻ്റെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ അവൻ സുപരിചിതനായ ഒരു മനുഷ്യനാണ്, ആ സ്ഥലത്ത് തന്നെ ജനിച്ചു വളർന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ പുറകിലേക്ക് യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ നാം ആരായിരിക്കുന്നുവോ അതിൻ്റെ പുറകിൽ യേശുവിൻ്റെ നാമം അജ്ഞാതമായി പോകുന്ന ഒരവസ്ഥ നാം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവൻ്റെ പട്ടണം എന്താണ് അവനെ കാണുന്നത്? സോ ഹിം ആസ് എ കാർപ്പൻ്റർ ആൻഡ് നോട്ട് ദ മെസ്സയ അല്ലേ? ഒരു മശിയായിട്ട് അവർക്ക് സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട് നാം കാണുകയാണ്. യേശു ആരായിട്ട് വന്നു, യേശു എന്തിനായിട്ട് വന്നു? അവരുടെ തിരുവെഴുത്തിൽ ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ് ഇറ്റ് ഹാസ് ബീൻ മെൻഷൻഡ് ഹൂ ഷുഡ് ബി ജീസസ്, വാട്ട് ഫോർ ഹി കെയിം, എല്ലാം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് ആരാഞ്ഞ് കണ്ടുപിടിച്ച് വിശ്വസിക്കേണ്ടതിന് പകരമായിട്ട് എന്താണ് അവർ കാണുന്നത്? ഹീസ് എ കാർപ്പൻ്റർ അല്ലേ? ആ വീട്ടിലെ ഒരു തച്ചൻ്റെ മകൻ, തച്ചൻ, ഇവനും തച്ചൻ അല്ലേ, അവനും അപ്പനോട് കൂടെ ആശാരപ്പണി ചെയ്യുന്ന ഒരു തച്ചനായിട്ടാണ് യേശുവിനെ കാണുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. സോ ദ അക്നോളജ് ഹിസ് വിസ്ഡം ആൻഡ് പവർ ബട്ട് സ്റ്റംബിൾ ഓവർ ഹിസ് ഓർഡിനറി ബാക്ക്ഗ്രൗണ്ട് അല്ലേ? യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ വീര്യപ്രവർത്തികൾ അറിയാം, യേശുവിൻ്റെ അത്ഭുതകരമാർന്ന വാക്കുകൾ അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്, ഇവനിതൊക്കെ എവിടുന്ന് കിട്ടി? ഇത്ര വലിയ ജ്ഞാനം, ഇത്ര വലിയ പാണ്ഡിത്യം, സ്കൂളിൽ പോയതായിട്ട് അറിയത്തില്ല, അക്ഷരാഭ്യാസം ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്താണ് അവൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒന്നും ആർക്കും തന്നെ ഒന്നും അറിയാത്തൊരു മട്ടിൽ, കാരണം ഒന്നും ഇല്ല, നാട്ടുകാർക്കെല്ലാം കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ. എന്നിട്ടും ഇവൻ ഇവിടെ നിന്ന് ഇത്രത്തോളം വലിയ വീര്യപ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്, പ്രാപ്തി, ഇത്ര വലിയ ജ്ഞാനം, ഈ വലിയ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ, കാരണം 12 വയസ്സുള്ളപ്പോഴാണ് അവൻ മാതാപിതാക്കൾ ഒരുമിച്ച് യെരുശലേമിലേക്ക് കടന്നു പോയിട്ട് അവിടെ വെച്ച് അവൻ മന്ദിരത്തിന് മധ്യത്തിൽ അവൻ അവിടെയുള്ള വിദ്വാൻമാരുമായിട്ട്, പരീക്ഷന്മാരുമായിട്ട്, വേദപണ്ഡിതന്മാരുമായിട്ടൊക്കെ അവൻ ആർഗ്യൂ ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട് അല്ലേ? അത്രമാത്രം അതൊക്കെ ഈ സംഭവങ്ങൾ ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. എന്നിട്ടും ദ അക്നോളജി ഈസ് വിസ്ഡം ആൻഡ് പവർ ബട്ട് സ്റ്റംബിൾ ഓവർ ഹിസ് ഓർഡിനറി ബാക്ക്ഗ്രൗണ്ട് അല്ലേ? സോ ദെയർ അസംഷൻസ് ബിക്കെയിം ബാരിയേഴ്സ് ടു ദെയർ ഫെയ്ത്ത്. അവർക്ക് ഉണ്ടായിരുന്ന, അവർ യേശുവിനെ പറ്റി അവർ നിഗമിച്ചു വെച്ചിരുന്നതായ, അവർ ചിന്തിച്ചു വെച്ചിരുന്നതായ കാര്യങ്ങൾ അവരുടെ വിശ്വാസത്തിന് പ്രതിബന്ധമായി തീരുവാനിടയായി. ഇറ്റ് ബിക്കെയിം എ ബാരിയർ ഫോർ ദെയർ ഫെയ്ത്ത് ബാരിയർ. അപ്പോൾ ആ വിശ്വാസത്തിലേക്ക് അവർക്ക് പൂർണ്ണമായിട്ടും പ്രവേശിപ്പാൻ സാധിക്കാത്ത വിധത്തിൽ അവരുടെ ആ മുൻവിധികളൊക്കെ കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. സോ ദ ഫെമിലിയാരിറ്റി ക്യാൻ വീക്കൻ ഫെയ്ത്ത്. അത് നമ്മളൊന്ന് ഓർക്കണം. കാരണം വി മസ്റ്റ് ഗാർഡ് അഗെയിൻസ്റ്റ് ബിക്കമിങ് ടു കാഷ്വൽ വിത്ത് സേക്രഡ് തിങ്സ്. അപ്പോൾ ഈ വിശുദ്ധ കാര്യങ്ങളുമായിട്ട്, ദൈവത്തിൻ്റെ ആത്മീയമായ പല കാര്യങ്ങളുമായിട്ട് നാം ഒത്തിരി കാഷ്വലായിട്ട് അങ്ങ് തീരാറുണ്ട് നമ്മൾ. എന്നാൽ യേശു ആരാണ്, യേശുവിൻ്റെ സ്ഥാനം എന്താണ്, യേശുവിൻ്റെ സാന്നിധ്യം എന്താണ്, എത്രമാത്രം മഹത്തരമാണ്, അത് നാം മനസ്സിലാക്കുന്നു എങ്കിൽ യേശുവിൻ്റെ സന്നിധി എപ്പോഴും നമുക്ക് വിലപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. അതിനെ വെറും സിമ്പിളായിട്ട് അങ്ങ് വെറും
ഒരു കൊച്ചു കാര്യമായിട്ട് ചിന്തിച്ച് പലപ്പോഴും പോകുമ്പോഴാണ് യേശുവിനെ പറ്റിയുള്ളതായ ആ ധാരണയ്ക്ക് വ്യത്യാസം വരുന്നത് എന്ന് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്. 3-4 വാക്യങ്ങൾ, 3 and 4 verses says, Is this not the carpenter, the son of Mary, and brother of James, Joseph, Judas, and Simon? And are not his sisters here with us? So they were offended at him. But Jesus said to them, A prophet is not without honor except in his own country, among his own relatives, and in his own house. ഇന്ന് ലോകത്തിൽ വലിയ വാദവിവാദങ്ങൾക്കൊക്കെ കാരണമാകുന്ന ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത് എന്നുള്ളതാണ്. അവിടെ പറയുന്നത്, 3-ാം വാക്യത്തിൽ പറയുന്നത്, ഈസ് ദിസ് നോട്ട് ദ കാർപ്പൻറ്റർ, ഇവനാ നാം അറിയുന്ന ആ തച്ചനല്ലേ, മേരിയുടെ മകൻ അല്ലേ. പിന്നെ എന്താ പറയുന്നത്, ബ്രദർ ഓഫ് ജെയിംസ്, ജോസഫ്, ജൂഡാസ് ആൻഡ് സൈമൺ. അപ്പോൾ നമുക്കുള്ള വലിയൊരു സംശയം അവിടെ മാറിക്കിട്ടുന്നത് എന്താണ്? ഇപ്പോഴും മറിയ കന്യകയാണ്. മറിയ യേശുവിനെ ഒരു പുരുഷ ബന്ധത്തിൽ കൂടെ പ്രസവിച്ചതല്ല, കന്യക ആയിട്ട് തന്നെ അവൾ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആ കന്യകയായിട്ട് തന്നെ മരണപ്പെട്ടു എന്നാണ് പല സമൂഹങ്ങളും ഇന്ന് ലോകത്തിൽ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധിയായിട്ട് നമ്മൾ അവളെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതും അവളെ ആരാധിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം നാം ഇവിടുന്ന് വായിച്ചു നോക്കാം, അതിൻ്റെ സംഭവങ്ങൾ എന്തായിരുന്നു എന്ന്. അവർ യേശുവിനെ മറിയത്തിൻ്റെ മകൻ എന്നതിലേക്ക് ചുരുക്കി അല്ലേ, ഒരു ദൈവവിളിയെ കാണുവാൻ തക്കവണ്ണം വിസമ്മതിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നാം കാണുന്നത് യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു. അതായത് ഈ മറിയയ്ക്ക് ആ ജോസഫിൽ കൂടെ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഈ ആദ്യത്തെ ജനനം, യേശു ആദ്യജാതൻ, അത് യാതൊരുവിധമായ പുരുഷ ബന്ധവുമില്ലാതെ ആ കന്യകയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായെങ്കിലും അതിനുശേഷം നാം ഈ വായിക്കുന്ന ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്? ഈസ് ദിസ് നോട്ട് ദ കാർപ്പൻറ്റർ, ദ സൺ ഓഫ് മേരി ആൻഡ് ബ്രദർ ഓഫ് ജെയിംസ്, യാക്കോബിൻ്റെയും യോസയുടെയും യൂദാസിൻ്റെയും ശിമയോന്റെയും സഹോദരനായ യേശു അല്ലേ? അതുപോലെ തന്നെ പറയുന്നുണ്ട്, ആൻഡ് ആർ നോട്ട് ഹിസ് സിസ്റ്റേഴ്സ് ഹിയർ വിത്ത് us, അവൻ്റെ സഹോദരിമാർ ഇവിടെ നമ്മോടൊപ്പം ഇല്ലേ? അപ്പോൾ നമ്മൾ അറിയുന്ന ഒരു കുടുംബം, അവിടുത്തെ അപ്പനെയും അമ്മയും നമുക്കറിയാം. ഇവനെ പറ്റി പറയുന്നത് ഇവൻ ആ പുരുഷനാൽ തൊട്ടതല്ല, ഇവൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതനായി എന്ന് നാം കേൾക്കുന്നു. അതൊക്കെ ഓക്കെ. എന്നാൽ നമുക്ക് ഇതിനോടൊപ്പം ചേർത്തൊക്കെ വായിക്കുന്നത് അവന് സഹോദരന്മാരും സഹോദരിമാരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആൻഡ് ദ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ ആ അമ്മയ്ക്ക് വീണ്ടും ആ കുഞ്ഞുങ്ങൾ ഉണ്ടായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ അനേകർ വാദിക്കുന്നത് പോലെ അവൾ കന്യകയായിട്ട് മരണം വരെ തുടർന്നിട്ട് അവൾ നിത്യയിലേക്ക് അങ്ങ് എടുക്കപ്പെട്ടു, മരണം കൂടാതെ എടുക്കപ്പെട്ടു എന്നൊക്കെയുള്ള ചിന്തകൾ പലതും ഭൂമിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അവളൊരു സാധാരണ മനുഷ്യ സ്ത്രീയെ പോലെ തന്നെ അവൾ ജീവിച്ചു മരിച്ചു എന്ന് കാണും. ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവളും ഒരു പക്ഷെങ്കിൽ നമ്മുടെ സമയത്ത് തന്നെ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നവളാണ് എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ പറ്റി നാം വായിക്കുന്നത്, അവർ യേശുവിൻ്റെ പരിചയം, അവരുടെ ആ യേശു ആര് എന്ന്, എവിടെ ജനിച്ചെന്നുള്ളത്, അവനോടൊപ്പമുള്ള സഹോദരന്മാർ, അവനോടൊപ്പമുള്ള സഹോദരിമാർ, അതൊക്കെ കൂടെ നോക്കുമ്പോൾ അവന് കൊടുക്കേണ്ടതായ ആ പ്രാധാന്യത്തെ കൊടുക്കാതെ അവരുടെ വിശ്വാസത്തെ, ആ യേശുവുമായിട്ടുള്ള പരിചയം, ആ കുടുംബവുമായിട്ടുള്ള പരിചയം ദുർബലമാക്കി കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ യേശുവിനെ, അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ നമ്മുടെ ചെറിയ ചട്ടക്കൂടുകളിൽ ഒതുക്കാതെ യേശുവിന് കൊടുക്കേണ്ടതായ പൂർണ്ണ പ്രാധാന്യം നാം നൽകി കൊടുക്കണമെന്നുള്ളതാണ്. വി മസ്റ്റ് ഗാർഡ് അഗെയിൻസ്റ്റ് റെഡ്യൂസിങ് ജീസസ് ടു അവർ ലിമിറ്റഡ് കാറ്റഗറീസ് അല്ലേ. നമ്മൾ ചിന്തിക്കുന്ന വിധത്തിൽ കൊച്ചാക്കി കാണാതെ യേശു ആരെന്നുള്ള ആ വലിയ ഒരു യേശുവിന് കൊടുക്കേണ്ട മഹത്വം നാം ദിനംതോറും കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. 5-6 വാക്യത്തിൽ വരുമ്പോൾ, Now he could do no mighty work there except that he laid his hands on a few sick people and healed them. And he marveled because of their unbelief. Then he went abroad the villages, went about in a village in a circuit teaching. നമ്മുടെ കാണുന്നുണ്ട് യേശുവിൻ അവരുടെ അവിശ്വാസം മൂലം അല്ലേ, അധികം ഒന്നും യേശുക്രിസ്തുവിടെ ചെയ്യുവാൻ സാധിച്ചില്ല എന്നുള്ളത്.
അപ്പോൾ ആ ഒരു അവിശ്വാസം എന്ന് പറയുന്നത് അവനുമായിട്ടുള്ളതായ ബന്ധത്തിൽ കൂടെയുള്ള കാര്യമാണ്, അതൊരു ബുദ്ധിപരമായ കാര്യമല്ലല്ലോ അത്. അപ്പോൾ നമ്മൾ അറിയുന്നവനെ വിശ്വസിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ആ ജനം പരിതാപകരമായിട്ട് മാറിപ്പോയി എന്നുള്ളത് കാണുന്നു. സോ ദൈവത്തിന് അവൻ്റെ പൂർണ്ണ ശക്തിയിൽ അവിടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സോ ഗോഡ്സ് വർക്ക് ഈസ് ഹിൻഡേർഡ് വെൻ ഹാർട്ട്സ് ആർ ക്ലോസ്ഡ് ഓർ വെൻ പവർ ഈസ് ലാക്കിംഗ്. ഇവിടെ നാം അവസാനം കണ്ടു ഹി മാർവൽഡ് ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്. അപ്പോൾ ആ അവിശ്വാസത്തെ കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു ദൈവം. കാരണം കർത്താവ് ജനിച്ച നാട്, കർത്താവിൻ്റെ സ്വന്തം നാട്, കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ മുഴുവൻ കണ്ട നാട്, വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ്, എന്തെല്ലാം അത്ഭുതങ്ങൾ ഒരു പക്ഷെങ്കിൽ അവർ കണ്ടു, കേട്ടു, അവർ അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും ഈ ജനവും അറിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും അവർ യേശുവിനെ ഒരു കുപ്പിക്കുള്ളിൽ ഒതുക്കി ചെറിയൊരു ലെവലിലേക്ക് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളത് യേശു ആരെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിന് കൊടുക്കേണ്ട ഫുൾ പ്രാധാന്യം നാം നൽകണമെന്നുള്ളത് ഒരു കാര്യം. രണ്ട്, യേശുവിൻ്റെ അമ്മയെപ്പറ്റി അവിടെ എഴുതിയിരിക്കുന്ന കാര്യം വായിക്കുമ്പോൾ യേശുവിന് സഹോദരന്മാരും രക്തബന്ധത്തിലുള്ള, അതായത് പരിശുദ്ധാത്മാവിനാൽ ആയതുകൊണ്ട് ആ മാനുഷിക ബന്ധമുണ്ടായിട്ടില്ല. എന്നാൽ ആ കുടുംബത്തിൽ തന്നെ തൻ്റെ സഹോദരന്മാരായിട്ട് സഹോദരിമാരായിട്ട് മറ്റു മക്കളും ഈ മാതാവിനും പിതാവിനും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ കന്യകയായിട്ടിരുന്നില്ല, കന്യക വീണ്ടും ഇതാ ഗർഭിണിയായി വീണ്ടും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു, യാതൊരു സംശയവുമില്ല. എന്നാൽ കന്യാമറിയം കന്യകയല്ലായിരുന്നു, മക്കൾ വേറെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സംശയം നമുക്കിവിടെ നിന്ന് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമത് അവരുടെ അവിശ്വാസം, അവർ യേശു ആരെന്ന് ചിന്തിച്ചുകൊണ്ട് യേശുവിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിപ്പാൻ സാധിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. 7 മുതൽ നാം വായിക്കുമ്പോൾ ജീസസ് സെൻഡ് ദം ബൈ 2 and 2, അല്ലേ? 12 ശിഷ്യന്മാരെയും യേശു ക്രിസ്തു വിളിച്ചിട്ട്, നമ്മൾ ഈ 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ അവരുടെ അവിശ്വാസമൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്ന യേശു ക്രിസ്തു ചെയ്യുന്ന എന്താ? ഈ വെന്റ് അബൌട്ട് ദ വില്ലേജസ് ഇൻ എ സർക്യൂട്ട് ടീച്ചിങ്. ആ ഗ്രാമത്തിലും ഈ വിശ്വാസം ഇല്ലാത്ത ജനത്തിൻ്റെ മധ്യത്തിലും അവനെ പരിചയമുള്ള, അവനായിട്ട് അറിയുന്ന ആൾക്കാരുള്ള ഇടങ്ങളിലും അവിടുന്ന് കടന്നു പോയിട്ട് ഓരോ വീട്ടിലും കറങ്ങി ചുറ്റിത്തിരിഞ്ഞ് യേശു സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവർത്തന മണ്ഡലം അത് പരിചയമുള്ള മേഖലയാകട്ടെ, അവിശ്വാസമുള്ള ഒരു തലമുറയുടെ മധ്യത്തിലാകട്ടെ, നമ്മെ എതിർക്കുന്ന, നമ്മെ ഒപ്പോസ് ചെയ്യുന്ന സുവിശേഷ വിരോധികളുടെ മധ്യത്തിലാകട്ടെ, എവിടെയും യേശുവിൻ്റെ നാമത്തെ ധൈര്യത്തോടെ ഉയർത്തുവാൻ ഉള്ളൊരു മാതൃകയാണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഹി സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ us to work for the Lord, to lift the name of Jesus, to say the gospel of the kingdom of God to anyone. Okay, a familiar place, unfamiliar place, opposing place, and which is not friendly, where we think nothing can happen. All such areas, the Lord's desire is that we should go and preach his kingdom. Verse 7, 7 മുതൽ നാം താഴോട്ട് വരുമ്പോൾ സെൻഡിങ് ഔട്ട് ദ 12, അല്ലെ? 12 പേര് വരെ തിരിച്ച് he called the 12 to himself and began to send them out 2 by 2, അല്ലേ? അപ്പോൾ മിഷൻ ഈസ് ഡിസൈൻഡ് ഫോർ പാർട്ട്ണർഷിപ്പ്. ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു മിഷനാണ്, ഒറ്റയ്ക്കല്ല. ദർ ഇസ് നോ ഐസൊലേഷൻ ദെയർ. ഓരോരുത്തരായിട്ട് പോകുവാൻ പറഞ്ഞിട്ടില്ല, അല്ലേ? ഓരോരുത്തരായിട്ട് പോകാൻ വിട്ടില്ല. പിന്നെയും ഇത് കഴിഞ്ഞ് പിന്നെയും അവൻ 70 പേരെ വിടുന്നുണ്ട്. അവിടെയും 2 രണ്ടുപേരെയാണ് വിടുന്നത് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സോ ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ്. ഒരുമിച്ച് ചേർന്ന് ചെയ്യുക, ഒരുത്തന് സഹായിയായിട്ട്, ഒരുത്തനെ ഒന്ന് കൈപിടിച്ചുയർത്തുവാൻ, ഒരുത്തന് അല്പം നിരാശപ്പെടുമ്പോൾ അവന് ധൈര്യം പകർന്നു കൊടുക്കുവാൻ, അവനെ ചേർത്ത് പിടിക്കുവാൻ, അല്ലെ? ഒരുമിച്ച് ചേർന്ന് കടന്നു പോകുന്നു എന്നുള്ളതാണ്. സോ 2 by 2, അല്ലെ? അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എത്ര മനോഹരമാണ്, അല്ലേ? ഭാര്യ മാത്രം വിശ്വസിച്ച് വരുന്നു, ഭർത്താവ് അന്യനായിട്ട്
ദൈവം അറിയാത്തവനായിട്ട് മാറി നിൽക്കുന്നു, എന്തോ ഒരു പരിതാപകരമായിരിക്കും അല്ലേ. എന്നാൽ യോശുവ എന്താ പറഞ്ഞാൽ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ആ ഒരു കുടുംബമായിട്ട് യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ മാനിക്കുക, യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. എവിടെയായാലും രണ്ടുപേരും ചേർന്ന് ഇണക്കുരുവികളെ പോലെ, അക്കിൽവാസ് പ്രിസ്കില്ല, നമ്മൾ രണ്ടുപേരെ കാണുന്നുണ്ട് ബൈബിളിൽ അല്ലേ. എവിടെയും ബൈബിളിൽ പോലും അവരുടെ പേരുകൾ ഒരുമിച്ച് എഴുതിയേക്കുന്നു എല്ലായിടവും. അക്കിൽവാസ് പ്രിസ്കില്ല, പ്രിസ്കില്ലയും അക്കില്ലാവും, അക്കില്ലാവും പ്രിസ്കില്ല, ഇങ്ങനെ മാറി മാറി എല്ലായിടും രണ്ടുപേരുടെ പേര്. അതായത് അവർ ഒരുമിച്ച് ചേർന്ന് ജീവിച്ചത് മാത്രമല്ല, കർത്താവിനായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഹി ഗീവ്സ് ദം, ഇവിടെ നാം വായിക്കുന്നുണ്ട്, ഹി ഗീവ്സ് ദം അതോറിറ്റി ഓവർ അൺക്ലീൻ സ്പിരിറ്റ്സ് അല്ലേ, അൺക്ലീൻ സ്പിരിറ്റ്സ്. അതായത് മിഷൻ ബിഗിൻസ് വിത്ത് എംപവർമെൻറ്റ്. ഒരു അധികാരപ്പെടുത്തലോടുകൂടിയാണ് ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 1:8 നാം വരുമ്പോൾ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അല്ലെ, നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ലോകത്തിൻ്റെ അങ്ങേയറ്റം കോണുകളിൽ പോലും കടന്നു പോയിട്ട് യേശുവിനെ പ്രസംഗിക്കുവാൻ, യേശുവിൻ്റെ രാജ്യം വിസ്താരമാക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു യേശുവിനെയാണ് കാണുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമുക്ക് വരണം. അതായത് നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, കർത്താവിനെ അറിയണം, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവമക്കളായി തീർന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു. ആ പരിശുദ്ധാത്മാവാണ് എന്നെയും നിങ്ങളെയും പൂർണ്ണമായിട്ടും ധൈര്യപ്പെടുത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഇവരെ രണ്ട് പേരായിട്ട് വിടുമ്പോഴും അവർക്ക് എല്ലാ അധികാരവും യേശുക്രിസ്തു നൽകി കൊടുക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ പോകുക, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചെയ്യുക, എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ ദൈവം സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മിഷൻ ത്രൈവ്സ് ത്രൂ ടീം വർക്ക് ആൻഡ് നോട്ട് ഐസൊലേഷൻ. അപ്പോൾ ഒരു ടീം വർക്കായിട്ട് ഒന്നിച്ച് കടന്നു പോകുമ്പോൾ ആ 2 പേർ മാത്രമല്ല, 3 പേർ ഒരുമിച്ചാകുന്നു. യേശുക്രിസ്തു അവരോട് കൂടെ ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൂതന്മാരെ അവൻ കൂടെ അയക്കുന്നുണ്ട്. നിങ്ങളുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം ദൂതന്മാരെ അയക്കുന്ന ഒരു യേശുവിനെ കാണാം നമുക്ക്. എന്നാൽ മുപ്പിരി ചരട് പോലെ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ യേശുക്രിസ്തു എങ്ങനെ ഇൻവോൾവ് ആയിരിക്കുന്നുവോ അതേ വിധത്തിൽ നമ്മൾ 2 പേർ ചേർന്ന് കർത്താവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് നമുക്ക് കടന്നു പോകും. ഒറ്റയ്ക്ക് ചെയ്യരുതെന്നല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നുമില്ല, ഒറ്റയ്ക്കും ചെയ്യാം. എത്രയോ പേര് ഒറ്റയ്ക്കായിട്ട്, കാരണം ആ പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായിട്ടുള്ള സുവിശേഷമൊക്കെ അറിയിപ്പാൻ തക്കവണ്ണം കടന്നു പോകുന്നവരുണ്ട്, അത് ഓക്കെയാണ്. എന്നാൽ 2 പേർ ചേർന്ന് പോകുമ്പോൾ യേശു ആഗ്രഹിച്ചത് അതാണ്. ഒരു ഭാര്യയെ ഭർത്താവ്, അല്ലെങ്കിൽ 2 സഹോദരങ്ങൾ, ആ സഹോദര ബന്ധം പുലർത്തുക എന്നുള്ളത്. അപ്പോൾ ഒരു സഭയ്ക്കുള്ളിലായാലും, ഒരു ചർച്ചിനുള്ളിലായാലും, ഒരു കുടുംബത്തിലായാലും ഒരുമിച്ച് ചേർന്ന് ഒരു കൂട്ടായ്മയായിട്ട് കർത്താവിൻ്റെ പ്രവർത്തനം ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. 8-9 വാക്യങ്ങളിൽ He commanded them to take nothing for the journey except a staff, no bag, no bread, no copper in their money belts, but to wear sandals and not to put on 2 tunics even. ഒറ്റ ഒരു തുണി അല്ലേ, ഒറ്റ ചെരുപ്പ്, ഒന്നും എടുക്കണ്ട അല്ലേ, നോട്ട് ടു വിയർ സാൻഡൽസ്, ഒന്നുമില്ലാതെ. എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം ഇതൊന്നും നിന്റെ യാത്രയ്ക്ക് ആവശ്യമില്ല. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം നീ കോടികൾ കരുതിക്കൂട്ടി ഇട്ട്, നീ എല്ലാ തയ്യാറെടുപ്പുകളും എടുത്ത് അങ്ങനെ ഇറങ്ങണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അയക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് എല്ലാം സജ്ജമാക്കി നമ്മളെ വിടുകയാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവുള്ള, ഈ ലോകം മുഴുവൻ യേശുവിൻ്റെ ദൈവത്തിൻ്റെതാണ് അല്ലേ. ഇവിടെ കാണുന്നതൊക്കെ, ഇവിടുത്തെ പൊന്നും വെള്ളിയും, ഇവിടുത്തെ ഈ ലാൻഡും ഈ കാറുകളും ഈ എസ്റ്റേറ്റുകളും എല്ലാം, എവറിത്തിങ് ബിലോങ്സ് ടു അവർ മാസ്റ്റർ. നമ്മളൊരു ഭവനത്തിൽ താമസിക്കുന്നു, നമ്മുടെ ഒരു ഭവനത്തിന് പേരൊക്കെ ഇടുന്നുണ്ട്, ശരിയാണ്. പക്ഷെങ്കിൽ എത്രായിരം വർഷങ്ങൾ മുതൽ ഈ വീട് കൈമാറി ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മളും മരിച്ചു പോകുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്കാകുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു, മറ്റുള്ളവർക്കാകുന്നു. ഇത് എത്രയോ സ്റ്റിൽ ആരാണ് ഓണർ? സ്വർഗത്തിലെ ദൈവമാണ് അതിൻ്റെ ഓണർ എന്നുള്ളതാണ്. അപ്പോൾ അയക്കുന്നതിന് മുമ്പേ നമ്മെ സജ്ജമാക്കി നമുക്ക് വേണ്ടി എല്ലാം മുന്നമേ കണ്ട് ഒരുക്കി വിടുന്ന നമ്മുടെ ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഒരു ചിന്താകുലവും വേണ്ട എന്നുള്ളതാണ്. കർത്താവിന് വേല ചെയ്യുന്നവർക്ക് ഒരു ചിന്താകുലവും ഇല്ലാതെ കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കാം. ഒന്നും കരുതി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ബുദ്ധിയെ നമുക്കറിയാം. ഇപ്പം കടന്നു പോകുന്നു, ഒരു ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അത് വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് യാതൊരുവിധമായ പ്രതിബന്ധങ്ങളും ഉണ്ടാകുവാൻ പാടില്ല. ഞങ്ങളെ ആര് പുലർത്തും? എൻ്റെ കുഞ്ഞുങ്ങളെ ആര് പഠിപ്പിക്കും? എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ആ ഒരു സമൂഹം വിട്ടിട്ട് ഞാനൊരു വിശ്വാസഗോളത്തിലേക്ക് വന്നു. എൻ്റെ പരമ്പരാഗതമായ ഒരു പക്ഷെങ്കിൽ പള്ളിക്കാർ അതിനെ എതിർക്കും. കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഇല്ലായിരിക്കും. ഞങ്ങൾക്ക് ജോലി, ഞങ്ങൾക്കൊക്കെ അവിടെ പല പല ജോലികൾ ഞങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലൊക്കെ ഞങ്ങളുടെ ചർച്ചിൻ്റെ കെയറോഫിൽ കിട്ടേണ്ടതാണ്. അത് കിട്ടാതെ പോകുന്നു. നിന്നാപാത്രങ്ങളായിട്ട് മാറും. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ കർത്താവിന് വേല ചെയ്യുവാൻ അല്ലെങ്കിൽ കർത്താവിനോടുള്ള വിശ്വാസത്തിൽ മുൻപോട്ട് വരുവാൻ തക്കവണ്ണം പലപ്പോഴും തടസ്സങ്ങളായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? നിങ്ങൾ കടന്നു പോവുക. ഇതൊന്നും വേണ്ട. ഈ പൊക്കണവും വേണ്ട, ഈ പേരുകളും വേണ്ട, അവരുടെ ആരുടെയും സപ്പോർട്ടും വേണ്ട. നിങ്ങൾ കടന്നു പോകുക. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, അല്ലേ? ഐ ആം വിത്ത് യു അണ്ടിൽ ദ എൻഡ് ഓഫ് ദ ഏജസ്, അല്ലേ? ലോകത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവാണ് നമ്മോടൊപ്പം ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. 10:11 നമുക്ക് സമയം തീരുന്നില്ല. 10:11 ഓൾസോ ഹി സെറ്റ് ടു ദം, ഇൻ വാട്ട് എവർ പ്ലേസ് യു എൻ്റർ എ ഹൗസ്, stay there till you depart from that place. And whoever will not receive you nor hear you when you depart from there, shake off the dust under your feet as a testimony against them. Assuredly I say to you, it will be more tolerable for Sodom and Gomorrah in the day of judgment than for that city. Okay, എന്തോ ഒരു കാര്യമാണ് നമ്മളോട് കാണുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നാം കടന്നു ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടല്ലേ? ഹോസ്പിറ്റാലിറ്റി ബിക്കംസ് ദ ടെസ്റ്റ് ഓഫ് എ കമ്മ്യൂണിറ്റീസ് ഓപ്പൺനെസ് ടു ദ ഗോസ്പൽ. സുവിശേഷത്തിന് അവർ എതിരാണോ, സുവിശേഷത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാണോ എന്നുള്ളത് ആ ഒരു ആതിഥ്യ മര്യാദയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭവനത്തിലേക്ക്, ഒരു പുതിയ ഏരിയയിലേക്ക്, ഒരു പുതിയ ഭവനത്തിലേക്ക്, ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ ആഫ്രിക്കയിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ, പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്രയോ പേർ കടന്നു വരുന്നു, സ്വീകരിക്കുന്നു, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പഞ്ചാബിലൊക്കെ ആണെങ്കിൽ വലിയ ഫുൾ ഗ്ലാസ് ചൂട് സമയത്ത് തണുത്ത ലസ്സി കൊണ്ട് തരുന്നു. എന്തിനും തയ്യാറ് സുവിശേഷത്തിന് കൊടുക്കാനാണ് നമ്മൾ ചെന്നതെന്ന് അവർക്കറിയാം. എന്നാൽ പോലും നമ്മെ സ്വീകരിച്ച് ഇരുത്തി അത് കേൾക്കുവാനുള്ളതായ ആ വ്യഗ്രത നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ആ ഹോസ്പിറ്റാലിറ്റി becomes a testing point for us to understand whether we are acceptable there or not. If rejected, നിങ്ങളെ നിരസിച്ചാൽ എന്താണ് അത്? യേശു പറയുന്നത് നിങ്ങളുടെ ഷൂവിൽ നിന്ന് ആ പൊടി തട്ടിയിട്ടിട്ട് നിങ്ങൾ കടന്നു പോവുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചെയ്ത ശുശ്രൂഷ സ്വർഗം അറിയുന്നുണ്ട്. അവർക്കും അറിയാം യേശുവിൻ്റെ നാമവുമായിട്ട് വന്നവരെയാണ് ഞങ്ങൾ റിജക്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു നിരസിക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അതൊരു ശുശ്രൂഷയുടെ ഭാഗമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് നാം ഒറ്റപ്പെട്ടൊരു പക്ഷെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നു എങ്കിൽ പല പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുവാൻ ഇടയാകുമെന്നുള്ളതാണ്. നമ്മെ നിരസിക്കും പലരും, അല്ലേ? പല പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഏറിയ പങ്കുണ്ടാകും. മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനൊന്നും ആ സുവിശേഷം വേണ്ട എന്നുള്ള ചിന്ത ഉണ്ടാകാം. എല്ലാം ആയിരിക്കാം. നിരസിക്കൽ, ഓക്കെ, റിജക്ഷൻ ഈസ് പാർട്ട് ഓഫ് ദ മിനിസ്ട്രി. അത് ഓർക്കുക. റിലീസ് ഇറ്റ് ആൻഡ് കണ്ടിന്യൂസ് ദ മിഷൻ. അത് വിട്ടുകളഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. ശുശ്രൂഷയ്ക്ക് ഭംഗമില്ല. അത് എവിടെ ആയാലും കർത്താവിൻ്റെ വേല നാം ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 12-13 കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സോ ദേ വെന്റ് ഔട്ട് ആൻഡ് preached that people should repent, and they cast out many demons and anointed with oil many who were sick and healed them. അല്ലേ? പ്രീച്ചിങ് റിപ്പൻറ്റൻസ് എന്തൊക്കെയാണ്? ദർ മിനിസ്ട്രി ഇൻക്ലൂഡഡ്. അവരുടെ ശുശ്രൂഷകൾ എന്തൊക്കെയായിരുന്നു? ആ ശിഷ്യന്മാർ കടന്നുപോയി അവർ ചെയ്ത ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? പ്രീച്ചിങ് റിപ്പൻറ്റൻസ്, മാനസാന്തരം അവർ പ്രസംഗിച്ചു, അല്ലേ? തിരിഞ്ഞു വരണം, ഇപ്പോൾ ജീവിക്കുന്ന ജീവിത രീതിയിൽ നിന്ന് ഒരു എബൌട്ട് ടേൺ, ഒന്ന് മടങ്ങി വരണമെന്നുള്ളതായ ഓർമ്മപ്പെടുത്തൽ അവർ കൊടുത്തു എന്നുള്ളതാണ്. സോ മാനസാന്തരം അവർ പ്രസംഗിച്ചു. കാസ്റ്റിംഗ് ഔട്ട് ദ ഡീമൺസ്, അല്ലേ? ആ മോചനം, വിടുതൽ, അവർ അകപ്പെട്ട് കിടക്കുന്നതായ ബന്ധനത്തിൽ നിന്ന്
ഒരു വിടുതൽ. അവർ 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 ബന്ധനസ്ഥരെന്ന് പറയുമ്പോൾ അവർ ആ കാരാഗ്രഹത്തിൽ കെട്ടപ്പെട്ടവരായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. സാത്താൻ അവരെ പിടിച്ചു വലിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് അവർക്കൊരു വിടുതൽ നമ്മൾ നൽകി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മാനസാന്തര പ്രസംഗം നാം ചെയ്യുമ്പോൾ തന്നെ അവരെ ആ ബന്ധനത്തിൽ നിന്ന് നാം വിമുക്തരാക്കി മുൻപോട്ട് കൊണ്ടുവരുന്നു. അവർക്ക് ഹീലിംഗ് ദ സിക്ക്, ശാരീരിക സൗഖ്യം മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കൈവച്ച് അവൾ ദൈവസന്നിധിയിലേക്ക് അവരെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഉള്ളതായ അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ആത്മീക ഭാരങ്ങൾ, അതിൻ്റെ എല്ലാത്തിലും ഒരു ആത്മീക സൗഖ്യവും അവർക്ക് ലഭിക്കാൻ തക്കവണ്ണം കാണുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നും സുവിശേഷ ശുശ്രൂഷയുടെ ഒരു ഹൃദയമെന്ന് പറയുന്നത് മാനസാന്തരം, മോചനം, രോഗശാന്തി അല്ലെങ്കിൽ പാപശാന്തി, അല്ലേ, ആശ്വാസം നൽകി കൊടുക്കുന്ന അവർക്കൊരു പ്രശ്നങ്ങളുടെ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ അവർക്ക് ഒരു തുണയായി നിന്നുകൊണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് മുൻപോട്ട് കൈപിടിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം നിറവേറ്റണം എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാകും, കുടുംബത്തിൽ നിന്ന് വളരെ എതിർപ്പുകളുണ്ടാകാം, നിന്ദിക്കുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, കുഞ്ഞുങ്ങളുടെ ഭാവി ഒരു പക്ഷെങ്കിൽ ബുദ്ധിമുട്ടിലായിരിക്കുമെന്നുള്ള ചിന്ത ഒരു പക്ഷെങ്കിൽ നമുക്കുണ്ടാകാം. എന്തു തന്നെ വന്നുകൊള്ളട്ടെ, വാട്ട് എവർ കംസ് അഗെയിൻസ്റ്റ് ഈച്ച് വൺ ഓഫ് us, വി ഹാവ് ടു കൺഫ്രണ്ട് ഇറ്റ്. അതാണ്. അപ്പോൾ യേശു നമ്മെ ധൈര്യപ്പെടുത്തി, നമ്മെ അധികാരപ്പെടുത്തി ആ ഒരു ഫീൽഡിലേക്ക് വിടുമ്പോൾ നാം ഓർക്കണം, അനേകർ നമ്മെപ്പോലെ നാം ആയിരുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന ജനങ്ങൾ അനേകർ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നെ കർത്താവ് രക്ഷിച്ചു, എനിക്ക് ഭാഗ്യം, എൻ്റെ ഭാഗ്യം, ഞാൻ മാറി, അല്ലേ, ഞാൻ യേശുവിനെ അറിഞ്ഞു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു, സ്വർഗത്തിന് അവകാശിയായി. എന്നാൽ എന്നെപ്പോലെ തന്നെ ആ അവസ്ഥയിലായിരിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മെ കർത്താവ് പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ ആ സാഹോദര്യ ബന്ധത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, കുഞ്ഞുങ്ങളും പിതാവും ചേർന്ന്, അല്ലേ, സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന്, അല്ലെങ്കിൽ സഭയിലെ സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ആ സഭയുടെ കെട്ടുപണി നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് ചേർന്ന്, ഒറ്റയാൾക്കൊരു പക്ഷെങ്കിൽ പ്രയാസമായിട്ട് വരും, രണ്ടാമതൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന ആ തടിയുടെ അറ്റത്തൊന്ന് കൈ താങ്ങിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ആ ആലയത്തിൻ്റെ പണി ചെയ്യുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് നമുക്ക് ഓർക്കണം. അപ്പോൾ നമ്മെ നിരസിക്കുന്ന ഒരു പട്ടണമായിരിക്കും. യേശുവിനെ പോലും നിരസിച്ച് കളഞ്ഞല്ലേ, തിരസ്കരിച്ചവർ, സ്വന്തം പട്ടണം തന്നെ തിരസ്കരിച്ചു. അപ്പോൾ അങ്ങനെയുള്ളതായൊരു ഭൂമിയിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. യേശുവിനെ തിരസ്കരിക്കാമെങ്കിൽ യേശുവിൻ്റെ എല്ലാ അധികാരവും അവൻ്റെ അത്ഭുതങ്ങളും കണ്ട് മനസ്സിലാക്കിയ സ്വന്തം നാട്ടുകാർ പോലും ആ പട്ടണത്തിന്, ആ പ്രവാചകന് യാതൊരു സ്ഥാനവും കൊടുത്തില്ല എങ്കിൽ എന്നെയും നിങ്ങളെയും മാനിക്കുന്ന ഒരു ലോകമല്ല ഇവിടെ ഉള്ളത് എന്ന് ഓർക്കണം. അപ്പോൾ പ്രശ്നങ്ങളുടെ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് പോകാം. നമുക്ക് നിത്യമായ ഒരു ഭാവി ഉണ്ട്, അല്ലേ. യേശു നമ്മെ അഭിനന്ദിക്കുന്ന ഒരു സമയം നമ്മുടെ മുൻപിൽ വരുവാൻ പോവുകയാണ്. ആ നല്ല കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ലെറ്റ് us ട്രസ്റ്റ് ഇൻ ദാറ്റ് ലോഡ് ആൻഡ് ലെറ്റ് us മാർച്ച് ഫോർവേഡ്, അല്ലേ. നമുക്ക് മുൻപോട്ട്, നമുക്ക് ഒരു പടയാളിയെ പോലെ, യോദ്ധാവിനെ പോലെ നമുക്ക് സധൈര്യം, നമുക്ക് എല്ലാ നിലയിലും ചിട്ടയോടെ, അനുസരണത്തോടെ, ഡിസിപ്ലിനോടുകൂടെ, വിനയാന്വിതരായിട്ട്, അല്ലേ, നമുക്ക് മുൻപോട്ട് പോകാനുള്ള അവസരങ്ങൾ നാം ഒരുക്കിയെടുക്കണമെന്നുള്ളതാണ്. ഒന്ന് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ പ്രവർത്തനം ചെയ്യാം. അത് സ്ഥലകാല വ്യത്യാസങ്ങളൊന്നുമില്ല. എവിടെ ആയിരുന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പോരാടുവാൻ, അല്ലേ, മറ്റുള്ളവർ പ്രശ്നങ്ങൾ തിരുസന്നിധിയിൽ വഹിപ്പാനുള്ള, പ്രാർത്ഥനയിൽ കൂടെ വഹിപ്പാൻ, മറ്റുള്ളവരോട് ഒരുമിച്ച് ചേർന്ന് സുവിശേഷം പറയുവാൻ, ഒറ്റയ്ക്കായാലും ഒരുമിച്ചായാലും കർത്താവിൻ്റെ വചനം മറ്റുള്ളവരെ അറിയിപ്പാനുള്ള എല്ലാ കൃപയും എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മെ ധൈര്യപ്പെടുത്തുന്ന കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്, അല്ലേ. അവൻ നമുക്ക് ആവശ്യമായ എല്ലാ ബലവും ശക്തിയും നൽകി നമ്മെ കർത്താവ് മുൻപോട്ട് അയക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോൾ ആ നല്ല കർത്താവിൽ ചാരിക്കൊണ്ട്, ആശ്രയിച്ചുകൊണ്ട്, അല്ലേ, ആരെല്ലാം വീണാലും, ആരെല്ലാം എതിർത്താലും വലയമായി നിന്ന് എന്നെ കരുതുന്ന ഒരു ദൈവം, അല്ലേ, അസാധ്യമായിട്ട് അപ്പോൾ എനിക്കൊന്നുമില്ല, ഏത് പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട്, അതിജീവിച്ചുകൊണ്ട്
മുൻപോട്ട് പോകുവാനുള്ള ബലവും ശക്തിയും നൽകുന്ന ഒരു അത്ഭുത നാമം അല്ലേ, ആ നാമമാണ് യേശുവിന്. അതൊക്കെയാണല്ലോ നമ്മൾ പാടിക്കേട്ടത് എന്ന്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ യേശുവിൻ്റെ പേരിന് തുല്യമായിട്ട് ഒരു പേരുമില്ല. ആ യേശു സർവത്തിലും മതിയായവനായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് കൂടി വന്ന എല്ലാവരെയും ദൈവം പ്രത്യേകം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം ഓരോരുത്തരും ആയിരിക്കണമെന്ന് കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.